നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ കുട്ടികളെ കൊണ്ടുപോയിട്ട് ദുബായ് കാണിച്ചു കൊടുക്കണം എന്നത്. എൻ്റെ ആഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ പിന്നെ മക്കൾ നന്നായിട്ട് പഠിച്ച് ഇതിൽ ജോലിയൊക്കെ ആയിട്ട് വരിക എന്നുള്ളതാണ്. പിന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് എന്താണെന്ന് അറിയുമോ, ഡ്രൈവിങ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അത് ഇതുവരെ എനിക്ക് നടത്താൻ സാധിച്ചിട്ടില്ല. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ അംബിഷൻ ഒരു ടീച്ചർ ആവുക എന്നുള്ളതായിരുന്നു. ഇൻഡിപെൻഡൻ്റ് ആവുക, സ്വന്തം കാലിൽ നിൽക്കുക, നമ്മൾ കാരണം വീട്ടിലുള്ളവരൊക്കെ ഹാപ്പിയായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന രീതിയിലേക്ക് മാറുക. സാധാരണ ഞാൻ 4:45 മണിയൊക്കെ നീക്കൽ. ഇപ്പോൾ വെക്കേഷൻ ആയത് കാരണം കുറച്ച് ലേറ്റ് ആയിട്ടാണ് നീക്കുന്നത്. ചെറിയൊരു കുട്ടികൾ കൊണ്ട് കുട്ടിക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ റെഡിയാക്കി, ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടാണ് ഒരു 9 മണിയാകുമ്പോഴേക്കും ക്ലിനിക്കിൽ എന്തായാലും എത്തും. പിന്നെ സ്കൂളുള്ള സമയമാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഒരുക്കൽ, അവരുടെ യൂണിഫോം അയൺ ചെയ്യൽ, ഫുഡ് കൊടുക്കൽ, ഇങ്ങനത്തെ പണികളൊക്കെ ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. മക്കളെ കാര്യങ്ങൾ, അവരെ പഠിത്തവും കാര്യങ്ങളും 2 മക്കളുള്ളതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ. പിന്നെ മക്കൾ 6 മണി 6:30 ആവുന്ന ടൈമിൽ മദ്രസയിൽ പോകും. അപ്പോൾ അവർക്കുള്ള ഫുഡും കാര്യങ്ങളും റെഡിയാക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എത്ര ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്? എനിക്ക് വേണ്ടി സമയം ഉണ്ടാവാറില്ല ശരിക്കും. ഏറ്റവും കൂടുതൽ ടൈം കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നെ സ്പെൻഡ് ചെയ്യാറ്. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ സമയം കണ്ടെത്തൽ കുറവാണ്. കൂടുതൽ സമയങ്ങളും സ്പെൻഡ് ചെയ്യുന്നത് മക്കൾക്ക്, ഹസ്ബൻഡിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ്. ഒരു 1 hour നമ്മൾ സ്വയം നമുക്ക് വേണ്ടി കണ്ടു. ഫ്രീ ടൈം കിട്ടുമ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ അടുക്കും ചിട്ടയോടുകൂടി അങ്ങനെ വൃത്തിയാക്കുക എന്നുള്ളതാണ്. എൻ്റെ PG ടൈമിലാണ് എനിക്ക് എൻ്റെ മോനുണ്ടാവുന്നത്. അപ്പോൾ ആ സമയത്ത് എന്നെ മോനെ കൂടുതലും നോക്കിയിട്ടുള്ളത് എൻ്റെ ഉമ്മയും അതുപോലെ ഹസ്ബൻഡിൻ്റെ ഉമ്മയാണ്. അപ്പോൾ ആ 2 അമ്മമാരോടുള്ള ഗ്രാറ്റിറ്റ്യൂഡാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. കുഞ്ഞിൻ്റെ കൂടെ അധികം നാൾ ചിലവഴിക്കാൻ പറ്റിയിട്ടില്ല, അവൻ്റെ ഓരോ മൈൽ സ്റ്റോൺസും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, അമ്മയായിരിക്കുക എന്ന് പറയുന്നത് എപ്പോഴും കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കൽ മാത്രമല്ല, നമ്മൾ ദൂരെ ആയിരുന്നാലും ഓരോ നിമിഷവും അവനെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിലും അവരുടെ ഒരു ഫ്യൂച്ചറിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മദർഹുഡ് എന്ന് പറയുന്നത് മക്കൾക്ക് വേണ്ടി ത്യാഗം സഹിച്ച് ജീവിക്കൽ മാത്രമല്ല, അവനവനെ കൂടി സ്നേഹിക്കാൻ പഠിക്കണം, അവനവന് വേണ്ടിയും കൂടി ജീവിക്കുകയല്ല. എനിക്ക് പറയാനുള്ളത്, മദേഴ്സ് ഡേയിൽ നമ്മൾ മദേഴ്സിന് എപ്പോഴും ഒരു പ്രഷറുണ്ട്. നമ്മളുടെ കരിയർ, പ്രൊഫഷണൽ ലൈഫ്, അതുപോലെ തന്നെ നമ്മളുടെ ഫാമിലി ലൈഫ് ഒരുപോലെ ബാലൻസ് ചെയ്യാൻ. ഇതൊരിക്കലും ബാലൻസ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെന്നാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ബിക്കോസ് എൻ്റെ മദറും ഒരു ഡോക്ടറായിരുന്നു. ഷീ ഓൾസോ ഹാഡ് എ റിയലി ഹാർഡ് ടൈം ബാലൻസിങ് ഓൾ ദിസ്. സോ എനിക്കും അതുപോലെ ബാലൻസ് ചെയ്യാൻ ഒത്തിരി ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ഞാൻ ഈ മദേഴ്സ് ഡേയിൽ ഏറ്റവും അധികം താങ്ക് ചെയ്യുന്നത് ബാക്കിയുള്ള മദേഴ്സിനെയാണ്. എൻ്റെ വീട്ടിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ ചേച്ചി, എൻ്റെ മോന് ട്യൂഷൻ എടുക്കുന്ന ട്യൂഷൻ ടീച്ചേഴ്സ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ്, അവരൊക്കെ മദേഴ്സാണ്. അവരെല്ലാവരും അവരുടെ പ്രൊഫഷണൽ ലൈഫും അതുപോലെ തന്നെ അവരുടെ ഫാമിലി ലൈഫും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് എന്നെപ്പോലെയുള്ള വർക്ക് ചെയ്യുന്ന മദേഴ്സിന് ശരിക്കും പ്രൊഫഷനിൽ 100% കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. So I am thankful to the other mothers on this Mother's Day.